ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്തിലെ ഫണ്ട് തിരിമറിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. BJP ശാസ്താംകോട്ട പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ശാസ്താംകോട്ട പഞ്ചായത്തിൽ അഴിമതിയാണ്, അഴിമതിയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക ക്രമക്കേടിന് കൂട്ടുനിന്ന CPM ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP ശാസ്താംകോട്ട കിഴക്ക് പടിഞ്ഞാറ് ഏരിയ സമിതികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന സമിതി അംഗം TR അജിത് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിന്റെ ഭരണം കൈയാളുന്നത് വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന്റെ അടിസ്ഥാനത്തില് അവിടെ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങള്, മറ്റനുബന്ധ സംവിധാനങ്ങള് ധാരാളം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആര്യ രാജേന്ദ്രൻ അത് മേയറായിരുന്ന സമയത്താണ് നിരവധി കോടിക്കണക്കിന് രൂപയുടെ കൊള്ള ആ കാലഘട്ടത്തിൽ നടന്നത്. സാധാരണക്കാരായ ആൾക്കാർ കൊടുക്കുന്ന പണം ട്രഷറിയിൽ അടയ്ക്കാതെ, ഇല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഫണ്ടിലടയ്ക്കാതെ ഉദ്യോഗസ്ഥരായ സഖാക്കന്മാര് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന കഥകളാണ് ഒന്നൊന്നായി കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഒരു താൽക്കാലിക ജീവനക്കാരൻ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ CPIM-ന്റെയും DYF-യുടെയും ഉന്നതരായ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ആരോപിച്ചു. BJP ശാസ്താംകോട്ട പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. BJP ശാസ്താംകോട്ട മണ്ഡലം പ്രസിഡന്റ് ധനേഷ് പുളിന്താനം ആമുഖ പ്രഭാഷണം നടത്തി. ന്യൂനപക്ഷ മോർച്ച കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ജോർജ്, BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബൈജു ചെറുപോയിക, പൂന്തോട്ടം സത്യൻ, ആറ്റുപുറം സുരേഷ്, സുനിത, കല്ലടദാസ്, മിനി ശിവറാം, അഡ്വക്കേറ്റ് T കലേശൻ, ശശികുമാർ, നളിനി ശങ്കരമംഗലം, ശ്രീനിവാസൻ, രാധാകൃഷ്ണൻ, സുനിൽകുമാർ, കിരൺ, പാർത്ഥസാരഥി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.